പ്രിയ വിദ്യാർത്ഥികളെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്ന സമയത്തുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായി 7 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചർച്ച ചെയ്തത്. ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഓർ അൺഎക്സ്പയർഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ ആൻഡ് ബാഡ് ഡെപ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. 2 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഓരോന്നും നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. ആദ്യം പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. സംടൈംസ് the businessman finds on the last day of the accounting year that certain debts are doubtful. That is, the payment may or may not be received. As per principle of prudence or conservatism, the anticipated losses must be provided. ഇപ്പോൾ ഡെറ്റേഴ്സിനെ നമുക്ക് 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ബാഡ് ഡെപ്റ്റ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ് ആൻഡ് ഗുഡ് ഡെപ്റ്റ്. ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇർറിക്കവറബിൾ എമൗണ്ടിനെയാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. കൃത്യമായി കിട്ടുമെന്ന് ഉറപ്പുള്ള ഡെറ്റേഴ്സിനെ നമുക്ക് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയാം. എന്നാൽ ചില ഡെറ്റേഴ്സിൽ നിന്നും ക്യാഷ് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഡെറ്റേഴ്സിനെയാണ് ഇവിടെ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണം? അതിനാവശ്യമായിട്ടുള്ള പ്രൊവിഷൻ നമ്മൾ ഉണ്ടാക്കണം. പ്രുഡൻസ് അതല്ലെങ്കിൽ കൺസർവേറ്റിസം കോൺസെപ്റ്റ് പ്രകാരം ആൻറ്റിസിപ്പേറ്റഡ് ലോസ് നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ജേർണൽ എൻട്രി വരുന്നത് ഇങ്ങനെയാണ്: പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അക്കൗണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഡെറ്റേഴ്സ് എമൗണ്ടിൽ എത്ര എമൗണ്ട് ആണോ ഡൗട്ട്ഫുൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത്രയും എമൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ആ വർഷത്തെ പ്രോഫിറ്റ് നമ്മൾ കുറച്ച് എഴുതണം. അതിനുള്ള ജേർണൽ എൻട്രി ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബൈ വേ ഓഫ് അഡീഷൻ ടു ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റം നേരത്തെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ടിനോട് കൂടെ ഈ വർഷത്തെ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എമൗണ്ടും ആഡ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ഓൾഡ് പ്രൊവിഷൻ ഇഫ് എനി ഗിവൺ ഇൻ ദ ട്രയൽ ബാലൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ്. ട്രയൽ ബാലൻസിനകത്ത് കഴിഞ്ഞ വർഷം പ്രൊവൈഡ് ചെയ്ത പ്രൊവിഷൻ എമൗണ്ട് ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓൾഡ് പ്രൊവിഷൻ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ട്രയൽ ബാലൻസിനകത്തും പുറത്തും പ്രൊവിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ട്രയൽ ബാലൻസിനകത്തുള്ള പ്രൊവിഷനെ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയും. ട്രയൽ ബാലൻസിന് പുറത്ത് ഈ വർഷം പ്രൊവൈഡ് ചെയ്യേണ്ട പ്രൊവിഷനെ ന്യൂ പ്രൊവിഷൻ എന്ന് പറയും. അപ്പം അങ്ങനെ ഓൾഡ് പ്രൊവിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റിനോട് കൂടെ ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്ത് ദെൻ അതിൽ നിന്ന് ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യണം. ദെൻ രണ്ടാമത്തെ ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഡിഡക്റ്റഡ് ഫ്രം സൺട്രി ഡെറ്റേഴ്സ് ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ട്രയൽ ബാലൻസിന് പുറത്ത് തരുന്ന അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കെല്ലാം 2 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തണം. ഒന്ന്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ബാഡ് ഡെപ്റ്റിനോട് കൂടെ നമ്മൾ കൂട്ടി എഴുതി ഓൾഡ് പ്രൊവിഷൻ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്യണം. ദെൻ ഇനി ന്യൂ പ്രൊവിഷൻ കാണിക്കേണ്ടത് എവിടെയാണ്? ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സിൽ നിന്ന് അത് ലെസ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ട്രയൽ ബാലൻസിൽ 3 ഐറ്റംസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് ഡെറ്റേഴ്സ് 80,500, ദെൻ ബാഡ് ഡെപ്റ്റ് 800, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് 2,500. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നത് റൈറ്റ് ഓഫ് ഫർദർ ബാഡ് ഡെപ്റ്റ് ₹500. 500 രൂപ ഫർദർ ബാഡ് ഡെപ്റ്റ് റൈറ്റ് ഓഫ് ചെയ്യണം. ദെൻ ക്രിയേറ്റ് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ മുകളിൽ 5% പ്രൊവിഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇവിടെ ട്രയൽ ബാലൻസിനകത്തും ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്, ട്രയൽ ബാലൻസിന് പുറത്തും ബാഡ് ഡെപ്റ്റ് തന്നിട്ടുണ്ട്. ട്രയൽ ബാലൻസിനകത്ത് തന്ന ബാഡ് ഡെപ്റ്റിന് നമ്മൾ ബാഡ് ഡെപ്റ്റ് എന്ന് പറയും, പുറത്ത് തന്ന ബാഡ് ഡെപ്റ്റിന് ഫർദർ ബാഡ് ഡെപ്റ്റ് എന്നാണ് പറയുന്നത്. ദെൻ പ്രൊവിഷൻ ട്രയൽ ബാലൻസിനകത്തും തന്നിട്ടുണ്ട്, പ്രൊവിഷൻ ട്രയൽ ബാലൻസിന് പുറത്തും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി ട്രയൽ ബാലൻസിനകത്ത് തന്നിട്ടുള്ള പ്രൊവിഷനെ ഓൾഡ് പ്രൊവിഷൻ എന്ന് പറയും, ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിട്ടുള്ള പ്രൊവിഷനെ
ന്യൂ പ്രൊവിഷൻ എന്ന് പറയും. ട്രയൽ ബാലൻസിന് അകത്ത് തന്നിട്ടുള്ള പ്രൊവിഷൻ അവർ കഴിഞ്ഞ വർഷം ഇതുപോലെ ഡൗട്ട്ഫുൾ ഡെറ്റ്സിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പ്രൊവിഷനാണ്. ഈ വർഷം പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പെർസെൻറ്റേജ് ഓഫ് പ്രൊവിഷനാണ് 5% ഓൺ ഡെറ്റേഴ്സ്. അപ്പോൾ ഇതിൽ ട്രയൽ ബാലൻസിൽ അകത്ത് തന്നിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് രേഖപ്പെടുത്തേണ്ടത്. ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിട്ടുള്ള 2 ഐറ്റങ്ങളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ 2 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തണം. നമുക്ക് ഓരോന്നോരോന്നായി പരിശോധിക്കാം. ഡെറ്റേഴ്സ് 80,500 അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ദെൻ ബാഡ് ഡെപ്റ്റ് 800 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതിനോടുകൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് 500 ആഡ് ചെയ്യണം. അപ്പോൾ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ കാണിക്കണം. അതിനോടുകൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് 500 ആഡ് ചെയ്യണം. ദെൻ അതിനോടുകൂടെ ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്യണം. ഇപ്പോൾ 80,500 ആണ് ഡെറ്റേഴ്സ് എമൗണ്ട് വരുന്നത്. അതിൽ നിന്ന് 500 ഫർദർ ബാഡ് ഡെപ്റ്റ് ലെസ് ചെയ്യണം. അങ്ങനെ കിട്ടുന്ന 80,000ൻ്റെ 5% ആണ് പ്രൊവിഷൻ കാണിക്കേണ്ടത്. ആ ന്യൂ പ്രൊവിഷനും എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ ബാഡ് ഡെപ്റ്റും ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷനും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഇന്നർ കോളത്തിൽ എഴുതി ആഡ് ചെയ്യണം. അതിൽ നിന്ന് ട്രയൽ ബാലൻസിന് അകത്ത് തന്നിട്ടുള്ള ഓൾഡ് പ്രൊവിഷൻ ലെസ് ചെയ്യണം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പരിശോധിക്കാം. ആദ്യം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ ട്രയൽ ബാലൻസിന് അകത്ത് തന്നിട്ടുള്ള ബാഡ് ഡെപ്റ്റ് രേഖപ്പെടുത്തണം. ദെൻ ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിട്ടുള്ള ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യണം 500. ദെൻ അതിനുശേഷം ന്യൂ പ്രൊവിഷൻ ആഡ് ചെയ്യണം. ന്യൂ പ്രൊവിഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ന്യൂ പ്രൊവിഷൻ ഈസ് ടു ബി കാൽക്കുലേറ്റഡ് അറ്റ് എ സ്പെസിഫിക് റേറ്റ് ഓൺ ഡെറ്റേഴ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഫർദർ ബാഡ് ഡെപ്റ്റ്. ഇപ്പോൾ ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് കുറച്ച് കിട്ടുന്ന എമൗണ്ടിൻ്റെ 5% ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 80,500 മൈനസ് 500, ആ മൈനസ് 500 ആണ് ഫർദർ ബാഡ് ഡെപ്റ്റ്. അപ്പോൾ അത് കുറച്ചാൽ കിട്ടുന്നത് 80,000 ആണ്. 80,000ൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 4,000. അത് ആഡ് ന്യൂ പ്രൊവിഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ആഡ് ന്യൂ പ്രൊവിഷൻ 4,000. അങ്ങനെ ബാഡ് ഡെപ്റ്റും ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷനും ആഡ് ചെയ്ത് ഇന്നർ കോളത്തിൽ എഴുതണം. ദെൻ അതിനുശേഷം ഓൾഡ് പ്രൊവിഷൻ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ലെസ് ചെയ്യണം. ലെസ് ഓൾഡ് പ്രൊവിഷൻ 2,500. ഈ 2,500 എവിടെ നിന്ന് കിട്ടിയതാണ്? ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ള പ്രൊവിഷനാണ്. അത് ഇതിൽ നിന്ന് ലെസ് ചെയ്ത് നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ഇനി ഓൾഡ് പ്രൊവിഷൻ ഇല്ലെങ്കിലോ? ട്രയൽ ബാലൻസിന് അകത്ത് പ്രൊവിഷൻ തന്നിട്ടില്ലെങ്കിൽ 5,300 നേരിട്ട് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തണം. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. ആദ്യം ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് രേഖപ്പെടുത്തണം. ഡെറ്റേഴ്സ് 80,500 ഇന്നർ കോളത്തിൽ എഴുതണം. ട്രയൽ ബാലൻസിന് അകത്ത് വരുന്ന ഐറ്റങ്ങളൊക്കെ ഒരു സ്ഥലത്ത് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാഡ് ഡെപ്റ്റും ഓൾഡ് പ്രൊവിഷനും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിട്ടുള്ള ഫർദർ ബാഡ് ഡെപ്റ്റും ന്യൂ പ്രൊവിഷനും 2 സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തണം. ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ഇനി എവിടെ രേഖപ്പെടുത്തണം? ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് എഴുതണം. അപ്പോൾ ആദ്യം ഫർദർ ബാഡ് ഡെപ്റ്റ് 500 ലെസ് ചെയ്യണം. ദെൻ ന്യൂ പ്രൊവിഷൻ 4,000 ലെസ് ചെയ്യണം. 4,500 രൂപ 80,500 നിന്ന് കുറച്ച് എഴുതണം. അപ്പോൾ 76,000 രൂപയാണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്? ദെൻ അടുത്ത അഡ്ജസ്റ്റ്മെൻ്റ് ആണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്. ഇറ്റ് ഈസ് നോർമൽ പ്രാക്ടീസ് ഇൻ ദ ബിസിനസ് ടു അലോ ക്യാഷ് ഡിസ്കൗണ്ട് to those debtors from whom payment is received within a fixed period. The actual payment will be received in the next year. It is reasonable that the discount to be allowed should be treated as a loss for the current year. കസ്റ്റമേഴ്സിൽ നിന്ന് കിട്ടാനുള്ള ക്യാഷ് പെട്ടെന്ന് കളക്ഷൻ ആവുന്നതിന് വേണ്ടി ക്യാഷ് ഡിസ്കൗണ്ട് ആര് കൊടുക്കാറുണ്ട്? ഒരു ബിസിനസ് സ്ഥാപനം അതിൻ്റെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ആ ക്രെഡിറ്റ് പീരീഡിൻ്റെ ഉള്ളിൽ പേയ്മെൻറ്റ് നടത്തുന്നവർക്കാണ് ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ക്രെഡിറ്റ് സെയിൽസ് നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെൻറ്റ് ഒരു പക്ഷേ കിട്ടുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിലാവും. അതിൻ്റെ ക്രെഡിറ്റ് പീരീഡ് വരുന്നത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലാവാം. പീരീഡിൻ്റെ ഉള്ളിൽ അവർക്ക് ആ പൈസ കിട്ടുകയാണെങ്കിൽ അവരെന്ത് കൊടുക്കണം? ക്യാഷ് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് അവർക്കറിയാം എത്ര കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും.
അപ്പം അടുത്ത വർഷം കൊടുക്കേണ്ട ആ ക്യാഷ് ഡിസ്കൗണ്ടിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഈ വർഷത്തെ റവന്യൂ ആണ്, അതിന് കറസ്പോണ്ടിങ് ആയി വരുന്ന ഒരു ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. അത് ഈ വർഷം തന്നെ കാണിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ആ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത് ഈ വർഷം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതിൻ്റെ ജേണൽ എൻട്രി എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ടു പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ അത് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അത്രയും എമൗണ്ട് ഡെബിറ്റ് ചെയ്യുമ്പോൾ ഈ വർഷത്തെ പ്രോഫിറ്റ് കുറയും. അപ്പോൾ അത്രയും എമൗണ്ട് നമുക്ക് മാറ്റി വെക്കാൻ കഴിയും. ഇപ്പോൾ എത്രയാണോ ഗുഡ് ഡെപ്റ്റ്, ആ ഗുഡ് ഡെപ്റ്റിൻ്റെ മുകളിലാണ് എന്ത് കൊടുക്കേണ്ടത്? ഈ ക്യാഷ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഷോൺ ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ആ ക്യാഷ് ഡിസ്കൗണ്ട് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അത് ഈ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ഡിഡക്റ്റഡ് ഫ്രം സൺട്രി ഡെറ്റേഴ്സ് ഓൺ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ലെസ് ചെയ്യണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ട്രയൽ ബാലൻസിനകത്ത് രണ്ട് എമൗണ്ടുകളാണുള്ളത്. ഒന്ന് ഡെറ്റേഴ്സ്, ദെൻ ബാഡ് ഡെപ്റ്റ് 800. താഴെ അഡ്ജസ്റ്റ്മെൻറ്റിൽ 3 അഡ്ജസ്റ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഒന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് 500, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 5% ഓൺ ഡെറ്റേഴ്സ്, ദെൻ ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 10% ഓൺ ഡെറ്റേഴ്സ്. അപ്പോൾ ഇതിൽ ട്രയൽ ബാലൻസിൽ അകത്ത് വരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു സ്ഥലത്ത് കാണിച്ചാൽ മതി. ഇപ്പോൾ ഡെറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് അസറ്റ് സൈഡിൽ കാണിക്കാം. ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാം. ദെൻ അഡ്ജസ്റ്റ്മെൻറ്റിൽ വരുന്ന 3 ഐറ്റങ്ങളും 2 സ്ഥലങ്ങളിൽ കാണിക്കണം. ഫർദർ ബാഡ് ഡെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് എഴുതണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സോ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് എഴുതണം. ദെൻ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആണെങ്കിലും അതും കാൽക്കുലേറ്റ് ചെയ്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് എഴുതണം. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ട്രയൽ ബാലൻസിനകത്തുള്ള ബാഡ് ഡെപ്റ്റ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് 800. ദെൻ ആഡ് ഫർദർ ബാഡ് ഡെപ്റ്റ്. ഇതിനോട് കൂടെ ഫർദർ ബാഡ് ഡെപ്റ്റ് ആഡ് ചെയ്യണം. ട്രയൽ ബാലൻസിന് പുറത്ത് തന്നിട്ടുള്ള 500 റുപ്പീസ് അതിനോട് കൂടെ ആഡ് ചെയ്യണം. അതിനുശേഷം ന്യൂ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് അത് കാൽക്കുലേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ്. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്? ന്യൂ പ്രൊവിഷൻ ഈസ് ടു ബി കാൽക്കുലേറ്റഡ് അറ്റ് എ സ്പെസിഫിക് റൈറ്റ് ഓൺ ഡെറ്റേഴ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഫർദർ ബാഡ് ഡെപ്റ്റ്. ഇപ്പോൾ 80,500ൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് ആയിട്ടുള്ള 500 മൈനസ് ചെയ്യണം. അതിൻ്റെ 5% ആണ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ 80,000 ഇൻറ്റു 5/100 എത്ര വരും? 4,000 വരും. അപ്പോൾ ഈ 3 എമൗണ്ടുകളും ആഡ് ചെയ്ത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. 5,300. ദെൻ ഇതിന് ശേഷം പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗുഡ് ഡെപ്റ്റിൻ്റെ മുകളിലാണ്. ഗുഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് ഒഴിവാക്കണം. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഒഴിവാക്കി കിട്ടുന്ന എമൗണ്ടിനെയാണ് ഗുഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പെർസെൻറ്റേജ് ആണ്, അതിൻ്റെ ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഡിസ്കൗണ്ട് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് അറ്റ് എ സ്പെസിഫിക് റേറ്റ് ഓൺ ഡെറ്റേഴ്സ് ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഫർദർ ബാഡ് ഡെപ്റ്റ് ആൻഡ് ന്യൂ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. ഇപ്പോൾ 80,500ൽ നിന്ന് ഫർദർ ബാഡ് ഡെപ്റ്റ് 500 മൈനസ് ചെയ്യണം. ന്യൂ പ്രൊവിഷൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 4,000, അതും മൈനസ് ചെയ്യണം. അത് കഴിഞ്ഞ് കിട്ടുന്നതിൻ്റെ 10% ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിനുള്ള പ്രൊവിഷനായിട്ട് കാണിക്കേണ്ടത്. അപ്പോൾ 76,000 ഇൻറ്റു 10/100 അങ്ങനെ വരുമ്പോൾ 7,600 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇനി ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് ഇന്നർ കോളത്തിൽ രേഖപ്പെടുത്തണം. ലെസ് ഫർദർ ബാഡ് ഡെപ്റ്റ് 500, ദെൻ ലെസ് ന്യൂ പ്രൊവിഷൻ 4,000, ലെസ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് 7,600. ഫർദർ ബാഡ് ഡെപ്റ്റും പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സും പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സും ഏതിൽ നിന്ന് മൈനസ് ചെയ്യണം? ടോട്ടൽ ഡെറ്റേഴ്സിൽ നിന്ന് മൈനസ് ചെയ്ത് നെറ്റ് എമൗണ്ട് ആണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും 2 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ചർച്ച ചെയ്തത്. ഒന്ന് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, മറ്റൊന്ന് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ്.
പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യതയുള്ള ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ടിനെയാണ് ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ആ എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് എഴുതുകയും വേണം. ദെൻ അടുത്ത വർഷം കൊടുക്കാൻ സാധ്യതയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് മുൻകൂട്ടി കണ്ട് ആ ക്യാഷ് ഡിസ്കൗണ്ടിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സിൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ എമൗണ്ടും ബാലൻസ് ഷീറ്റിൽ ഡെറ്റേഴ്സിൽ നിന്ന് കുറച്ച് എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇനി നമുക്ക് 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടി ചർച്ച ചെയ്യാനുണ്ട്. മാനേജേഴ്സ് കമ്മീഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ.